ഉത്സവത്തിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങളെല്ലാവരും ഒത്തുകൂടെയാണ്. കാണാം. ഞാനും ബിജി ചേച്ചിയും കപ്പയും തക്കാളിയൊക്കെ മേടിച്ചെത്തിയപ്പോഴേക്കും സവാളയുമായി പ്രേമ ചേച്ചി എത്തി. ചിക്കനും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് സവാളയും കപ്പയും ക്ലീൻ ചെയ്തു. ചിരിച്ച് കളിച്ച് തുടങ്ങിയതാണെങ്കിലും സവാള കട്ട് ചെയ്ത് ലാസ്റ്റ് അത് കരച്ചില്ലായി. മെയിൻ ഷെഫായ സിന്ധു ചേച്ചി ചിക്കൻ ക്ലീൻ ചെയ്ത് ചിക്കൻ മസാലയിട്ട് അടുത്ത് ഫ്രൈ ചെയ്ത് കറി വയ്ക്കാനാണ് പോകുന്നത്. അതിനുള്ള ഒരുക്കത്തിലായിരുന്നു ചേച്ചി. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സ്മെല്ലടിച്ചിട്ടാണോ എന്നറിയത്തില്ല. ദേവി ചേച്ചി അപ്പോഴേക്കും എത്തി. അത് പറഞ്ഞ് നമ്മൾ കുറേ കളിയാക്കി ചിരിച്ചു. ഞങ്ങൾ മാത്രമല്ല, കൈകൊട്ടുകളിയുടെ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ എത്തി, ഓരോരുത്തരായിട്ട് എത്തി. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഓരോ നുണകളും കുശുമ്പും പറഞ്ഞു. പിള്ളേരും ഓരോ കളികളുമായിട്ടൊക്കെ ഇരുന്നു. അപ്പോഴേക്കും ആ ടൈമിൽ സിന്ധു ചേച്ചി ചിക്കൻ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പയും ഇതിനിടയ്ക്ക് പുഴുങ്ങിയെടുത്തു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ കൊച്ചി വരെ നോക്കി തുടങ്ങി. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇവരൊക്കെ ഇത് സംസാരിക്കുന്ന ടോപ്പിക് എന്നെ ബാധിക്കുന്നതേ അല്ലെന്ന രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിയിലയും രംഭയിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് ചിക്കൻ്റെ ഒരു വല്ലാത്ത മണം ഉണ്ടായിരുന്നു. ആദ്യമായി ദോശ ഇടുന്ന എക്സ്പ്രഷൻ എന്തോ വലിയ സംഭവം ചെയ്തതുപോലെ ഒരു ദോശ ചുട്ട എക്സ്പ്രഷനാണ് നമ്മൾ ഈ കണ്ടത്. പിന്നെ പിള്ളേർ അവരുടെ രീതിയിൽ ഓരോ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം പിള്ളേരുടെ ഗെയിമും കല്യാണിയുടെ ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നല്ല കപ്പയും ദോശയും ചിക്കൻ കറിയാണ്. പിള്ളേരെല്ലാം വട്ടത്തിൽ തറയിലിരുന്നു. ഞങ്ങളും അങ്ങനെയായിരുന്നു കഴിച്ചത്. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിന് എത്രയോ നല്ലതാണല്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇതെപ്പോഴുള്ള കാര്യമൊന്നുമല്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്, അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി അനുഭവിച്ച് തന്നെ അറിയണം.